മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് വെറുമൊരു യുദ്ധഭീഷണിയല്ല, മറിച്ച് തകർന്നുപോയ ഒരു സാമ്രാജ്യത്തിന്റെ അത്യന്തം അപകടകരമായ തിരിച്ചുവരവാണ്. ദി ഷാഡോ ലീഡർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മുസ്തഫ ഖമേനി ഒടുവിൽ തന്റെ മുഖംമൂടി അഴിച്ചു മാറ്റിയിരിക്കുന്നു. ഇറാന്റെ പരമാധികാരിയായി ഇരുന്ന അലി ഖമേനിയുടെ അന്ത്യത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് മുസ്തഫ ഖമേനി അധികാരമേറ്റത് കേവലം ഒരു അധികാര കൈമാറ്റമല്ല, മറിച്ച് ലോക സാമ്പത്തിക ക്രമത്തെയും ആഗോള സമാധാനത്തെയും തകർക്കാൻ പോകുന്ന ഒരു വാർ ഡിക്ലറേഷൻ തന്നെയാണ്. ഇതാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കോമയിലാണെന്നും കാലുകൾ നഷ്ടപ്പെട്ടു എന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ ആവർത്തിക്കുമ്പോൾ, മറുവശത്ത് ലോകത്തിന്റെ സാമ്പത്തിക ഞരമ്പ് ഇത് മുറിക്കുമെന്ന് ഇറാന്റെ അന്ത്യശാസനം വായുവിൽ മുഴങ്ങുകയാണ്. ഇത് വെറും ഒരു അധികാര കൈമാറ്റമല്ല, മറിച്ച് ആഗോള ക്രമത്തെ തന്നെ റീസെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ടൈം ബോംബാണ്. ആരാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഖമേനി? ഫെബ്രുവരി 28 നടന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിക്ക് ഇറാൻ നൽകുന്ന ഏറ്റവും കടുത്ത മറുപടി ഇതാ വന്നിരിക്കുന്നു. അമേരിക്കൻ സൈന്യം മിഡിൽ ഈസ്റ്റ് വിടുക, അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് ലോകത്തിന് മുന്നിൽ എന്നേക്കുമായി കൊട്ടിയടയ്ക്കും. മുസ്തഫ ഖമേനിയുടെ ഈ താക്കീത് കേവലം വാക്കുകളല്ല, ഇത് ലോകത്തിന്റെ ശ്വാസം മുട്ടിക്കാൻ പോകുന്ന ഒരു നീക്കമാണ്. ഇറാന്റെ ഈ അത്യന്തം അപകടകരമായ നീക്കങ്ങളെ കുറിച്ച് പരിശോധിക്കാം. നമ്മൾ ഇത്രയും കാലം കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് മുസ്തഫ ഖമേനി. ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ എന്നതിലുപരി ഇറാന്റെ ഷാഡോ ഗവൺമെന്റ് നിയന്ത്രിച്ചിരുന്നത് മുസ്തഫയാണെന്ന് പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഫ്രണ്ട് ലൈനിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടെയാണ് നാടകീയമായൊരു ട്വിസ്റ്റ്. താൻ അധികാരം ഏറ്റെടുത്തുവെന്ന് പ്രഖ്യാപിക്കുമ്പോഴും മുസ്തഫ ഖമേനി ഇതുവരെ പൊതുജനങ്ങൾക്ക് മുന്നിലോ ക്യാമറയ്ക്ക് മുന്നിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇതാണ് ഇപ്പോൾ ലോകമെങ്ങും വലിയ ചർച്ചകൾക്ക് വഴിമാറുന്നത്. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ്. ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ ഖമേനിയുടെ പ്രസ്താവന വായിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ടെന്നാണ് ഇസ്രായേലി ഇന്റലിജൻസ് പറയുന്നത്. ഫെബ്രുവരി 28 നടന്ന ആ കനത്ത ബോംബാക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടപ്പോൾ മുസ്തഫയ്ക്കും മാരകമായിട്ട് പരിക്കേറ്റു എന്നാണ് പുറത്തുവരുന്ന വിവരം. പല ഇന്റർനാഷണൽ മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അദ്ദേഹത്തിന്റെ കാലുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ലെഗ് ആംപ്യൂട്ടേഷൻ, കാലുകൾ മുറിച്ചു മാറ്റുകയോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം കോമയിലാണെന്ന് പോലും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇറാൻ ഇതൊക്കെയും നിഷേധിക്കുന്നുണ്ടെങ്കിലും മുസ്തഫ പുറത്തു വരാത്തത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ഏതായാലും ഫെബ്രുവരിയിലെ ആ കനത്ത ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന വാർത്തകൾക്ക് പിന്നാലെ ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഇറാൻ ഭരണകൂടത്തിന്റെ പുതിയ ഹാർഡ് ലൈൻ അപ്രോച്ചാണ് വ്യക്തമാക്കുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് ഇനി സ്ഥാനമില്ല എന്നും കണ്ണു തുറന്നാൽ മുന്നിൽ കാണുന്ന USS സൈനിക താവളങ്ങൾ ലക്ഷ്യം വെക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മുസ്തഫ തന്റെ പിതാവിനേക്കാൾ അഗ്രസീവായ ഒരു നേതാവായിരിക്കുമെന്നതിൽ ആർക്കും സംശയമില്ല. ഇനി പറയുന്നതാണ് വളരെ സീരിയസ് ആയിട്ടുള്ളത്. ലോകം ഉപയോഗിക്കുന്ന പെട്രോളിയത്തിന്റെ ഏതാണ്ട് 20 മുതൽ 30% വരെ കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഇതിനെ നമ്മൾ ഗ്ലോബൽ എക്കണോമിക് ചോക്ക് പോയിന്റ് എന്ന് വിളിക്കും. വെറും 21 മൈൽ മാത്രം വീതിയുള്ള ഈ പ്രദേശം ഒന്ന് അടച്ചാൽ മതി ആഗോള എണ്ണ വിപണി തകിടം മറിയാൻ. ചിന്തിച്ചു നോക്കൂ, പെട്രോൾ വില കുതിച്ചുയരുന്നു, സാധനങ്ങളുടെ വില ഇരട്ടിയാകുന്നു, വിമാനങ്ങൾ സർവീസ് നിർത്തുന്നു. ഇതൊന്നും അതിശയോക്തിയല്ല. മുസ്തഫ ഖമേനി തന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ ഇതൊക്കെ പറഞ്ഞത് പാശ്ചാത്യ രാജ്യങ്ങളെ വിറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയ തലവേദനയാണ്. കാരണം നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം ഇതിലൂടെയാണ് വരുന്നത്. ആരോഗ്യസ്ഥിതി എന്തു തന്നെയായാലും മുസ്തഫ ഖമേനി അയച്ച പ്രസ്താവനയിലെ പോയിന്റുകൾ ഓരോന്നും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളെയും നേരിട്ട് വെല്ലുവിളിക്കുന്നതാണ്. ഒന്നാമതായിട്ട്, ഹോർമുസ് കടലിടുക്ക് ഒരു സമ്മർദ്ദ തന്ത്രമായി തുടർന്നും ഉപയോഗിക്കും. അതായത് ലോകത്തിന്റെ എണ്ണ നീക്കം ഇനിയും തടസ്സപ്പെടും. എണ്ണവില $120 അതിനു മുകളിലേക്കോ കടന്നേക്കാം എന്ന ഭീതിയിലാണ് ഇക്കണോമിസ്റ്റുകൾ. ഇനി രണ്ടാമതായി, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ഉടൻ അടച്ചു പൂട്ടണം എന്നുള്ളതാണ് താക്കീത്. മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ നേരിട്ടുള്ള ശത്രുക്കളായി കാണുമെന്ന ഇറാന്റെ പുതിയ നയതന്ത്ര നിലപാട് പശ്ചിമേഷ്യയെ പിടിച്ചുലയ്ക്കുന്നു. ഇത് സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾക്ക് നൽകുന്ന വലിയ വാർണിംഗ് ആണ്. ഖത്തറിലെ അൽ ഉദൈദ് ആകട്ടെ, അതുപോലെ കുവൈറ്റിലെ ക്യാമ്പ് അരിഫ് ജാൻ ആകട്ടെ, എല്ലാം ഇപ്പോൾ ഇറാന്റെ റഡാറിലുണ്ട്. മൂന്നാമതായിട്ട്, തന്റെ അച്ഛന്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മരണത്തിന് പകരം ചോദിക്കുമെന്നത് ഉറച്ച തീരുമാനമാണ്. പ്രത്യേകിച്ചും മീനാബിലെ സ്കൂൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കടുത്ത തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. നാലാമതായിട്ട്, ഇറാന്റെ ഉള്ളിൽ തന്നെയുള്ള ഭിന്നതകൾ മറന്ന് എല്ലാവരും ഒന്നിക്കണം, ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുമെന്ന സൂചനയും ഇതിലുണ്ട്. 5, പശ്ചിമേഷ്യയിൽ മാത്രമല്ല അമേരിക്കയ്ക്ക് പരിചയമില്ലാത്ത പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുമെന്ന് ഖമേനി താക്കീത് നൽകുന്നുണ്ട്. ഇത് സൈബർ ആക്രമണമോ അതോ യൂറോപ്പിലെ സ്ലീപ്പർ സെല്ലുകളുടെ നീക്കമോ ആവാം. ഇറാന്റെ സന്ദേശം വളരെ വ്യക്തമാണ്, ഒപ്പം പ്രകോപനപരവുമാണ്. ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് അമേരിക്കൻ സൈന്യം പടിയിറങ്ങണം. ഇതിനകം തന്നെ മേഖലയിലെ US താവളങ്ങൾക്ക് നേരെ നടന്ന ചാവേർ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ വർഷങ്ങളും നാം കണ്ടു. പക്ഷേ അതൊരു തുടക്കം മാത്രമാണ്. എന്നാൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധമുണ്ടായാൽ അതൊരു രാജ്യത്ത് മാത്രം ഒതുങ്ങില്ല. റഷ്യയും ചൈനയും ഇറാനൊപ്പം
ചേരുമോ എന്ന ഭീതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഫെബ്രുവരി ലാസ്റ്റിന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ അതിശക്തമായ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും നേതൃത്വത്തെയും തകർക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇറാൻ തകർന്നിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ശക്തിയോടെ തിരിച്ചടിക്കാൻ മുസ്തബയുടെ നേതൃത്വത്തിൽ അവർ ഒരുങ്ങുകയാണ്. ഇത് വെറും ഒരു ഈഗോ പോരാട്ടമല്ല, മറിച്ച് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് ആവുകയാണ്. സാഹചര്യം അത്യന്തം സങ്കീർണമാണ്. ഒരു വശത്തെ അമേരിക്കയുടെ മാക്സിമം പ്രഷർ തന്ത്രം, മറുവശത്തെ ഇറാന്റെ മാക്സിമം റെസിസ്റ്റൻസ്. ഇതിനിടയിൽ പെട്ടുപോകുന്നത് ലോകത്തിലെ സാധാരണ ജനങ്ങളാണ്. 1979 ഇസ്ലാമിക് റെവല്യൂഷന് ശേഷമുള്ള ഏറ്റവും തീക്ഷ്ണമായ ഘട്ടത്തിലൂടെയാണ് ഇറാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ നയതന്ത്രം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. മൊജ്തബ ഖമീനി ഒരു അദൃശ്യനായ നേതാവായിട്ടിരുന്ന് യുദ്ധം നയിക്കുമ്പോൾ വാഷിംഗ്ടണും ടെലവീവും എങ്ങനെ പ്രതികരിക്കും? ഹോർമുസ് കടലിടുക്ക് അടയ്ക്കപ്പെടുമോ? അമേരിക്ക തങ്ങളുടെ സൈനികരെ പിൻവലിക്കുമോ? അതോ ലോകം ഒരു മൂന്നാം മഹായുദ്ധത്തിലേക്ക് വഴുതി വീഴുമോ? സമാധാനത്തിനുള്ള വഴികൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.